വിനീഷ് ഇവിടുത്തെ LDF കാൻഡിഡേറ്റ് ആണ്. അപ്പോൾ സഹായിക്കണം. കണ്ണൂർ കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ UDF-ന് അടിതെറ്റിയത് താളിക്കാവിലാണ്. CPM-ലെ യുവ സ്ഥാനാർത്ഥി ചിത്തിരയ്ക്ക് മുന്നിൽ UDF-ന് സിറ്റിംഗ് സീറ്റ് നഷ്ടമായി. ഇത്തവണയും കനത്ത പോരാട്ടമാണ് താളിക്കാവിൽ നടക്കാൻ പോകുന്നത്. LDF-നായി സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ മുൻ വൈസ് പ്രസിഡന്റ് OK വിനീഷും UDF-നായി മുൻ സന്തോഷ് ട്രോഫി താരം N അജിത്തുമാണ് മത്സരരംഗത്തുള്ളത്. എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാണ്. പേരുപോലെ ഓക്കെയാണ്. താളിക്കാവ് ഡിവിഷനിൽ 54-ാം ഡിവിഷനിലാണ് ഞാൻ മത്സരിക്കുന്നത്. കണ്ണൂർ കോർപ്പറേഷൻ്റെ ദുർഭരണമാണ് കണ്ണൂരിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കണ്ണൂർ കോർപ്പറേഷൻ്റെ ദുർഭരണത്തിനെതിരായിട്ടുള്ള ഒരു വിധിയാവും ഇപ്രാവശ്യം കണ്ണൂർ കോർപ്പറേഷനിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ അടുത്തൊരു വീട്ടിൽ കയറിയപ്പോൾ കഴിഞ്ഞ 2 മാസം മുമ്പ് പ്ലാസയിൽ നിന്ന് ഒരു കുട്ടിയടക്കം തെരുവ് പട്ടികൾ ഭീകരമായി ആക്രമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ആ വീട്ടിൽ അവരുടെ അനുഭവം പറയുമ്പോൾ നമ്മുടെയെല്ലാം കണ്ണ് നനഞ്ഞു പോകുന്നു. ഒരു തെരുവ് നായിയെ പോലും ആ പ്രവർത്തനം പോലും നടത്താൻ വേണ്ടി പറ്റാത്ത ഒരു കോർപ്പറേഷനായിട്ട് കണ്ണൂർ കോർപ്പറേഷൻ മാറുകയാണ്. ഈ താളിക്കാവ് ഡിവിഷൻ എന്ന് പറയുന്നത് നഗരത്തിൻ്റെ പ്രധാന ഭാഗമാണ്. അപ്പോൾ തെരുവ് നായ വിഷയങ്ങളടക്കം ചർച്ചയാണല്ലോ. തീർച്ചയായിട്ടും കണ്ണൂർ പട്ടണത്തിനകത്ത് നിരവധി ആളുകളെയാണ് തെരുവ് നായ 2 ഘട്ടങ്ങളിലായിട്ട് കടിക്കപ്പെട്ടിട്ടുള്ളത്. ഇതെല്ലാം ആളുകൾക്ക് ടൗണിനകത്ത് ഇറങ്ങാൻ വേണ്ടി പോലും പേടിയാവുന്നു. കുട്ടികൾക്ക് ഒറ്റക്ക് പോകാൻ വേണ്ടി പേടിയാവുന്നു. ഇതെല്ലാമാണ് കണ്ണൂർ കോർപ്പറേഷൻ്റെ അവസ്ഥ. കണ്ണൂർ കോർപ്പറേഷനകത്ത് രാത്രികാലം സഞ്ചരിക്കണമെങ്കിൽ ടോർച്ചടിച്ചിട്ട് പോകണമെന്നാണ്. അപ്പോൾ ഇത്രമാത്രം ഈ കോർപ്പറേഷനുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വികസനമില്ലാത്തൊരു കോർപ്പറേഷനായിട്ട് കണ്ണൂർ മാറുന്നു. അത് ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ട്. ഈ പട്ടണവും മാർക്കറ്റും താളിക്കാവും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇവിടെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ വിഷയമാണ് ഇത് ചർച്ച ചെയ്യപ്പെടുന്നത്. മഞ്ചപ്പാലം ട്രീറ്റ്മെൻറ്റ് പ്ലാൻ നന്നായി പ്രവർത്തിക്കുന്ന പല ട്രീറ്റ്മെൻറ്റ് പ്ലാനും ഉണ്ട്. പക്ഷേ മഞ്ചപ്പാലത്ത് ഈ നഗരസഭയുടെ ഈ കോർപ്പറേഷൻ്റെ കെടുകാര്യസ്ഥത മൂലം അത് ട്രീറ്റ് ചെയ്യാതെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ വെള്ളം ഒഴുക്കി വിടുന്നു. ജനങ്ങൾ കോർപ്പറേഷൻ പറയുന്ന പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ഈ ഡിവിഷനിലുള്ള മഞ്ചപ്പാലം മലിനജല ശുദ്ധീകരണ പ്ലാന്റ്. ഇടതുപക്ഷം ഉയർത്തുന്ന കോർപ്പറേഷനെതിരെയുള്ള ഒരു ആയുധവും അതുതന്നെയാണ്. തീർച്ചയായിട്ടും ഈ മലിനജല പ്ലാന്റ് തീർച്ചയായിട്ടും അത് അശാസ്ത്രീയമായിട്ട് അവർ ശാസ്ത്രീയമായി നിർമ്മിച്ചത് അശാസ്ത്രീയമായി പ്രവർത്തിപ്പിക്കുകയാണ്. ആളുകളുടെ നിന്ന് കാശു വാങ്ങി ഒക്കെ ഓവർലോഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് ചെയ്യുകയാണ്. പരിസരവാസികൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. 2 വികസന പ്രവർത്തനമാണ് പറയുന്നത്. അത് ട്രാഫിക് ഐലൻഡുമായി പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് ആ 2 പാർക്കിംഗ് സമുച്ചയങ്ങൾ ഉണ്ടാക്കിയിട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അതിനകത്ത് കാർ പാർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെ തെറ്റായ രീതിയിലുള്ള വികസന പ്രവർത്തനമാണ് കണ്ണൂർ കോർപ്പറേഷൻ നടപ്പിലാക്കുന്നത്. അതിൽ ഏറ്റവും വേദനയോടെ ആളുകൾ പറയുന്ന ഒരു വിഷയം, ഒന്ന് മരിച്ചാൽ നമ്മുടെ കൃത്യമായി സംസ്കരിക്കാൻ വേണ്ടി പോലും കണ്ണൂർ കോർപ്പറേഷനകത്ത് ശരിയായ ഒരു ഇടമില്ല. ഒരു ക്രിമിറ്റോറിയം, ഒരു ആധുനികമായിട്ടുള്ള ക്രിമിറ്റോറിയം ഇല്ല. ഇപ്പോഴും പ്രാകൃതമായ രൂപത്തിൽ ഇപ്പോൾ മഴ വന്നാൽ നമുക്ക് സംസ്കരിക്കാൻ വേണ്ടി സാധിക്കില്ല, വിറക് കത്തില്ല. അപ്പോൾ അതുകൊണ്ട് കണ്ണൂർ കോർപ്പറേഷൻ വികസനത്തിൻ്റെ തൊട്ട് തീണ്ടിയില്ലാത്ത ഒരു കോർപ്പറേഷനായിട്ട് മാറിയിരിക്കുകയാണ്. പൊതുവെ എങ്ങനെയുണ്ട് പ്രചരണമൊക്കെ? ആളുകളുടെ അഭിപ്രായം എന്താണ്? വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ്. താളിക്കാവിൻ്റെ വികസനമാണ് ഇവിടുത്തെ ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ആ വികസനം കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. പുതിയ ആധുനിക മാർക്കറ്റ്, കളിസ്ഥലം ഉൾപ്പെടെയുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ, നല്ല റോഡുകൾ, ലൈറ്റുകൾ ഉൾപ്പെടെ നമുക്ക് ഇവിടെ വികസനം കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. ആ വികസനം കൊണ്ടുവരുമെന്നുള്ള ഉറപ്പാണ് ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് താളിക്കാവ് നിലനിർത്താൻ സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ്. തീർച്ചയായിട്ടും ഒരു കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തന മേഖലയാണ് കണ്ണൂർ പട്ടണം. ഇവിടെ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിയായും SFIയുടെ ഭാരവാഹിയായും DYFIയുടെ ഭാരവാഹിയായും പ്രവർത്തിച്ചിട്ടുള്ളതാണ് കണ്ണൂർ. അപ്പോൾ ഓരോ ആളുകളെയും എനിക്ക് നേരിട്ട് അറിയാൻ വേണ്ടി പറ്റും. തീർച്ചയായിട്ടും അവരുടെ അകമഴിഞ്ഞ പിന്തുണ, പിന്നീട് ഞാൻ ഏറ്റെടുത്തിട്ടുള്ള ഉത്തരവാദിത്തമെല്ലാം അവർ നോക്കിക്കാണുന്നുണ്ട്. കണ്ണൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും കേരള സ്പോർട്സ് കൗൺസിലിലെ വൈസ് പ്രസിഡന്റുമായി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. കണ്ണൂർ മുണ്ടയാട് സ്റ്റേഡിയം ഉൾപ്പെടെ ഒട്ടനവധി കായിക വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചത് ഇവിടുത്തെ നാട് നോക്കിക്കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും താളിക്കാവിൻ്റെ വികസനവും കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും എന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ. അപ്പോൾ അവരുടെ പ്രതികരണം കാണുമ്പോൾ
വലിയ അനുകൂലമായിട്ടുള്ള പ്രതീക്ഷയാണ് എനിക്കുണ്ടാവുന്നത്. ഈ താളിക്കാവ് ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം കായിക മേഖലയിലെ രണ്ട് ആളുകൾ തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. താങ്കൾ സ്പോർട്സ് കൗൺസിലിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. മറ്റേയാൾ UDF ആണ് പ്രധാനമായിട്ടും ഒരു എതിരാളിയായിട്ടുള്ളത്. UDF സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് സന്തോഷ് ട്രോഫി താരമൊക്കെ ആയിരുന്നു. എതിരാളിയെ എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയാണ്. അദ്ദേഹത്തെ വളരെ ആദരവോടെ ഞാൻ കാണുകയാണ്. ആ ബഹുമാനമൊക്കെ എനിക്കുണ്ട്. പക്ഷേ സ്പിരിറ്റിലായിരിക്കും പോരാട്ടം. തീർത്തും വ്യക്തിപരമായിട്ടുള്ള പോരാട്ടമല്ല, രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള മത്സരമാണ്. ഇടതുപക്ഷ ആശയവും അതുപോലെ തന്നെ വലതുപക്ഷ ആശയവും തമ്മിലുള്ള മത്സരങ്ങളാണ് ഞങ്ങളിവിടെ നടപ്പിലാക്കുന്നത്. കേരളത്തിലെ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുന്നതിന് വേണ്ടി ആ വികസന പ്രവർത്തനത്തിൻ്റെ ഒരു പങ്ക് താളിക്കാവിനും കണ്ണൂർ കോർപ്പറേഷനും ലഭ്യമാക്കാനുള്ള പോരാട്ടമാണ്. കണ്ണൂരിൻ്റെ മുഖം സൂപ്പറാകും, കണ്ണൂർ സൂപ്പറാകും. ഈ ആത്മവിശ്വാസം കാണുമ്പോൾ ഒരൊറ്റ ചോദ്യം കൂടെ, എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കും? ഞാൻ അത് പറയാൻ ആളില്ല, താളിക്കാവിൻ്റെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും വലിയ ഭൂരിപക്ഷത്തിൽ താളിക്കാവിലെ വോട്ടർമാർ എന്നെ വിജയിപ്പിക്കും. ആ ഒരു ഉറപ്പ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് എനിക്ക് ലഭ്യമാവുന്നുണ്ട്. അവർക്കറിയാം അവരോടൊപ്പം, ഈ താളിക്കാവിനോടൊപ്പം പുതിയൊരു താളിക്കാവ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനും ഉണ്ടാവും എന്നത് അവർക്ക് തീർച്ചയായിട്ടും അറിയാം. ആ പ്രതികരണങ്ങൾ അവർ എനിക്ക് തരുന്നുണ്ട്. തീർച്ചയായിട്ടും അവരുടെയെല്ലാം പിന്തുണ, വിജയം സുനിശ്ചിതമായിരിക്കും. താളിക്കാവിൽ LDFന് വിമത ഭീഷണി ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം വിമതൻ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു. ഇതോടെ OK വിനീഷിന്റെ കാര്യം ഡബിൾ OK ആയി. ക്യാമറ പേഴ്സൺ സച്ചിനോടൊപ്പം മുഹമ്മദ് സൈഫുള്ള, പ്രൈം 21. ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ്. ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുതും ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ നവംബർ 22 മുതൽ 30 വരെ ഞങ്ങളുടെ കണ്ണൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്ട്രി ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു. വരൂ, പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം.